ഹലോ യൂട്യൂബ്, നമ്മളിന്ന് അടുത്തൊരു സിനിമ കാണാൻ പോവാണ്. പ്രെഡേറ്റർ ബാഡ് ലൈൻസ് ആണെന്ന് കാണാൻ പോകണം. ഐമാക്സിലാണ് പോകുന്നത്. പിന്നെ PVRലോട്ട് നമ്മൾ പോവാണ്. പിന്നെ ഇറങ്ങി നേരെ വെയിറ്റ് ചെയ്ത് നമ്മുടെ ജിബി നിൽപ്പുണ്ട്. നേരത്തെ സിനിമയുടെ വീഡിയോ കണ്ടെങ്കിൽ അവൻ അറിയായിരിക്കും. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നേരെ പോകും. അവനെ കണ്ടിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നേരെ ലുലുവിലോട്ടാണ് പോകുന്നത്. ലുലു PVR ഐമാക്സിലോട്ട്. അങ്ങനെ നമ്മളിവിടെ എത്തി. പാർക്കിങ്ങിൽ കയറി വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ലുലുവിനകത്തോട്ട് പോവുകയാണ്. പോകുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ലിഫ്റ്റിൽ കയറി പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ലിഫ്റ്റിൽ ഫുൾ ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എസ്കലേറ്റർ വഴി തന്നെ പോവാം. അപ്പോൾ നമ്മൾ PVRന്റെ ഫ്രണ്ടിൽ അങ്ങനെ എത്തി. ഇവിടെ നമ്മൾ ഓഡിയോ 1ലാണ് ഐമാക്സ് ഉള്ളത്. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളിവിടെ എത്തി, പക്ഷേ ഇവിടെ ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം തുറന്ന് ഒരു അരമണിക്കൂർ പോട്ടെ, ഒരു 20 മിനിറ്റോളം ഇവർ ആഡ് ഇടും. അത് കഴിഞ്ഞിട്ട് സിനിമ തുടങ്ങുള്ളൂ. അപ്പം ഓപ്പൺ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം. അപ്പം നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഇവിടെ മൊത്തം 275 സീറ്റാണ് ഉള്ളത് ഈ ഐമാക്സ് തിയേറ്ററിനകത്ത്. നമ്മൾ ഇന്ന് കാണുന്നത് ഒരു 3D സിനിമയാണ്. അതുകൊണ്ട് അവരവിടുത്തെ ഗ്ലാസ് ഒക്കെ തന്നു. പിന്നെ ഇതാണ് ഇവരെ സീറ്റിംഗ് ഒക്കെ വേറെ ലെവലാണ്. നമ്മൾ ഇരിക്കുമ്പോൾ ഫ്രണ്ട് ഇരിക്കുന്ന ആളുടെ തലയോ കാലോ കയ്യോ ഒന്നും കാണാൻ പറ്റില്ല. ആ ലെവലിൽ കിഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 66x36 ഫീറ്റുള്ള ഒരു M1 സ്ക്രീനാണ് ഇവിടെ ഉള്ളത്. 2K ഡുവൽ ലേസർ പ്രൊജക്ഷൻ ആണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത് വിത്ത് ഡോൾബി 7.1. പിന്നെ ഈ 2K പ്രൊജക്ഷനും 7.1 ഡോൾബിയും ഒക്കെ സത്യം പറഞ്ഞ ഒരു പോരായ്മയാണ്. അപ്പം നമ്മൾ വന്നിരുന്നു. നല്ല കിടിലൻ സീറ്റിംഗ് ആണ്. നല്ല ക്വിഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള. അപ്പം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വെറുത്താണ്. പിന്നെ കുറച്ചും കൂടെ പൈസ ഉണ്ടെങ്കിൽ ഏറ്റവും ബാക്കിലിരിക്കാം. അവിടെ കിടന്ന് കാണാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഗ്ലാസ് പിന്നെ പറയണ്ടല്ലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫേസ് ഫുള്ള് കവർ ആവുന്നുണ്ട്. ആ രീതിയിലുള്ള ഗ്ലാസ് ആണ്. സാധാ 3D പോലെയല്ല. ഐമാക്സിൽ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അവതാർ ഫയർ ആൻഡ് ആഷിന്റെ ട്രെയിലറാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ വീഡിയോയിൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു 2K സ്ക്രീനാണ്. അതിൻ്റെതായിട്ടുള്ള കുറവുകളൊക്കെ കാണാൻ പറ്റും. സിനിമയിലൊക്കെ നല്ല രീതിക്ക് കാണാൻ പറ്റുന്നതാണ്. ഞാൻ ഇത് വന്നിട്ടുള്ളത് 3ാമത്തെ പ്രാവശ്യമാണ് ഐമാക്സ് സിനിമ കാണാൻ വരുന്നത്. നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ സാധാ 4K തിയേറ്ററിൽ കാണുന്നേക്കാളും ഇവിടെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഡുവൽ ലേസർ പ്രൊജക്ഷനൊക്കെയാണ്, പക്ഷെ അതിൻ്റെ ഒരു മെനയില്ല. അങ്ങനെ കാത്തിരുന്ന് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സിനിമ തുടങ്ങിയത്. അങ്ങനെ ഇന്റർവെല്ലായി. നല്ല കിടില എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമയിലും ആ 2Kയുടെ ഒരു പോരായ്മ കാണുന്നുണ്ട്. അത് ചെറിയ രീതിക്കല്ല, നല്ല രീതിക്ക് തന്നെ കാണുന്നുണ്ട്. കാരണം നമ്മൾ സാധാരണ കാണുന്നത് ഒരു 4K സ്ക്രീനിൽ തന്നെയാണ്. 4K സ്ക്രീനിൽ ആ വലിപ്പവും ഈ ലെവൽ വരത്തില്ല. ഈ ഇത്രയും വലിയൊരു സ്ക്രീനിൽ 2K ഇടുമ്പോഴേക്കും ആ ഒരു എഫക്റ്റ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ ഒരു വലിപ്പം അതൊക്കെ വെച്ചിട്ട് ആ ഒരു എക്സ്പീരിയൻസ് കിടില തന്നെയായിരുന്നു. അങ്ങനെ സിനിമ തീർന്നു. കിടില മൂവിയായിരുന്നു. കിടില മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ വാച്ചാണ്. മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണിത്. ഇത് കാണുന്നതിന് മുമ്പേ ഇവരെ 2-3 സിനിമ ഇറങ്ങി. ഏലിയൻ റോമുലസ്, പിന്നെ ഒരു സിനിമയും പിന്നെ ഒരു സീരീസാണ് ഏലിയൻ എർത്ത് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ഇത് രണ്ടും കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് അതും കൂടെ കാണുക. അപ്പോൾ നമുക്ക് ഇറങ്ങി അടുത്ത വേറൊരു പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇറങ്ങാം. എന്തായാലും ഇറങ്ങിയിട്ട് അടുത്ത പരിപാടിയിലോട്ട് പോവാം. അപ്പം നമ്മൾ ലുലുന്ന് ഇറങ്ങി ഇനി നേരെ പോകുന്ന ബാർബിക്യൂ സ്പേസിലോട്ടാണ്. അവിടെ നിന്നാണ് നമ്മൾ സാധാരണ ഇവിടെ ലുലുവിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ അടുത്തേക്ക് എവിടെയെങ്കിലും സിനിമ കാണാൻ വരുമ്പോൾ പോയി ഫുഡ് കഴിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് അവിടെ ഇരുന്ന് കഴിക്കുന്നില്ല. ഫുഡ് മേടിച്ച് കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. അപ്പം വീട്ടിലുള്ളവർക്കും കൊടുക്കാമല്ലോ, അങ്ങനെയുള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പം തന്നെ ടക്കെന്ന് പറഞ്ഞ് ഫുഡൊക്കെ കിട്ടി. നല്ല തിരക്കാണ്. പക്ഷേ അവിടെ തിരക്കാണെങ്കിലും നമുക്ക് ആ ഒരു സമയത്തിന് കിട്ടി. അപ്പം നമുക്ക് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ബെൽ ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ഐമാക്സിൽ സിനിമ കാണാൻ പോകാൻ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.